നമസ്കാരം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും, ഭാവനകൾ യാഥാർത്ഥ്യമാകും, ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും, നിലവിലുള്ള പ്രസ്ഥാനത്തിൽ നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കുറവായതിനാൽ മറ്റൊരു ഉദ്യോഗത്തിനെ പറ്റി ആലോചിക്കുമെങ്കിലും അന്വേഷിക്കുമെങ്കിലും പ്രതീക്ഷിച്ച പോലെ ഒരു നേട്ടമില്ലാത്തത് വഴി തൽക്കാലത്തേക്ക് നിലവിൽ നിന്നും ഉപേക്ഷിക്കുവാനുള്ള തീരുമാനമോ രാജിക്കത്ത് നൽകുവാനുള്ള തീരുമാനമോ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുന്നത് ഏതു പ്രകാരത്തിലും അനുകൂലമായി തീരും. ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമായി തീരുവാനുള്ള യോഗം കാണുന്നുണ്ട്. എന്നാൽ ഉദ്യോഗ അനുമതിയോടുകൂടിയതായിട്ടുള്ള യാത്രകളാണെങ്കിൽ, വിദേശയാത്രയാണെങ്കിൽ അത് രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ ഫലപ്രദമായി തീരുവാൻ യോഗം കാണുന്നുണ്ട്. എന്നാൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു വിദേശത്തുള്ള ഒരു ഉദ്യോഗത്തിനുള്ള ഒരു അവസരം ഒരു പക്ഷേ 2020 ഒടുവിലോ 2021 ലഭിക്കുകയുള്ളൂ. അതുവരെയും നിലനിൽപ്പ് എന്ന ഒരു നിലയിൽ ഉള്ള ഒരു ജോലി സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും വളരെ ഗുണകരമായി തീരും. ആത്മാർത്ഥ സുഹൃത്തിനെ അപകടത്തിൽ നിന്നും രക്ഷിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. വാസ്തവവിരുദ്ധമായിട്ടുള്ള പല തോന്നലുകളും വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാൽ അബദ്ധങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒഴിവാക്കണം. നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നഷ്ടപ്പെട്ട ചില രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് നന്നായിരിക്കും. ആധ്യാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പ്രസ്ഥാനത്തിൻ്റെ ലാഭശതമാനത്തിൻ്റെ ചെറിയൊരു വിഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. അവ്യക്തമായിട്ടുള്ള പണമിടപാടുകളിൽ നിന്നും മുൻ പറഞ്ഞ വിധത്തിൽ പിന്മാറുന്നത് വളരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. രേഖാപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വന്നു ചേരുമെങ്കിലും നിയമജ്ഞനെ കൊണ്ട് നിർദ്ദേശം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനുള്ള സാധ്യത കൂടി കാണുന്നതുമുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിദ്യ വേണ്ട വിധത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരീക്ഷ കഴിവോളവും പരമാവധിയും പൂരാടം നക്ഷത്രക്കാർ ഈശ്വര പ്രാർത്ഥനകൾ നടത്തുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. മറ്റു ചിലർക്ക് മക്കളുടെ പാഠ്യപദ്ധതിയോടനുബന്ധമായി അവധിയെടുത്തും കൊണ്ട് മക്കളോടൊപ്പം താമസിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ മാതാവിനോ ബന്ധുജനങ്ങൾക്കോ ചില അപകടമോ അസുഖങ്ങളോ അസ്വാസ്ഥ്യങ്ങളോ ഉണ്ടാകുന്നത് വഴി ജന്മനാട്ടിൽ വന്ന് തിരിച്ചു പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വാഹനം മാറ്റി വാങ്ങാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടും. ജലദൗർലഭ്യം പരിഹരിക്കുവാൻ ജലാശയങ്ങളെ കണ്ടെത്തുവാനുള്ള അവസരവും കൂടി ഈ ഒരു മാസത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. നമസ്കാരം.